ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എല്ലാവരും ക്ഷേമത്തോടും സൗഖ്യത്തോടും ആയിരിക്കുന്നു എന്ന് ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശവുമായി വീണ്ടും നിങ്ങളെ കാണുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചോദിക്കുകയാണ്. അതിനുവേണ്ടി 118 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ കൂടെ 118 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശമായി ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് അറിയിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന ചില ദൂതുകൾ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസന്നിധിയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 118 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യം വായിച്ചപ്പോൾ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. നീതിമാൻ്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. വേറെ ഒന്നുമില്ലെങ്കിലും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാൻ്റെ കൂടാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പക്ഷേ ഈ ലോകപ്രകാരമുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഈ ലോകപ്രകാരമുള്ള യാതൊന്നും ഒരു പക്ഷേ നീതിമാൻ്റെ കൂടാരത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാൻ്റെ കൂടാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നെ ചിന്തിപ്പിച്ചതും ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിച്ചതുമായ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ. നീതിമാൻ്റെ കൂടാരത്തിൽ ഈ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം കേൾക്കുവാൻ കാരണമെന്താണ്? സ്തോത്രം. പ്രൈസുള്ള പല ഭവനങ്ങളെ നാം എടുത്തു നോക്കുമ്പോൾ, പല കൂടാരങ്ങളിലേക്ക് നാം കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ പലവിധമായ സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ സ്തോത്രം പല പ്രശ്നങ്ങൾ, വഴക്കുകൾ, സണ്ടകൾ, അതുപോലെയുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്ന അനേക കുടുംബങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നാം വായിച്ചപ്പോൾ നീതിമാൻ്റെ കൂടാരത്തിൽ മറ്റുള്ള പ്രശ്നം, ലോകപ്രകാരമായ പ്രശ്നങ്ങളൊന്നല്ല, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാൻ്റെ കൂടാരത്തിൽ നിന്നും ഉയരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നീതിമാൻ്റെ കൂടാരത്തിൽ മാത്രം ഇങ്ങനെ ഒരു ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം കാണുവാനായിട്ട് സാധിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ള കുടുംബങ്ങളെക്കാൾ, മറ്റുള്ള കൂടാരങ്ങളെ കാണുന്നതിനേക്കാൾ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും അനുഭവങ്ങൾ എന്തുകൊണ്ട് നീതിമാൻ്റെ കൂടാരത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഈ സങ്കീർത്തനത്തിൽ തന്നെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കൂടാരത്തിൽ ഏത് അന്തരീക്ഷത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് എനിക്ക് അറിയില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പരിശോധിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉയരുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ. ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് എനിക്ക് അറിയുകയില്ല. പലവിധമായ സാഹചര്യങ്ങളിലൂടെ മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന എന്തെങ്കിലും വിഷയം നിന്റെ കുടുംബത്തിൽ, നിന്റെ കൂടാരത്തിൽ ഉണ്ട് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സന്ദേശത്തെ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ അപേക്ഷിക്കുകയാണ്. ഒരുപക്ഷേ കടം ഭാരത്താൽ നീ ഞെരുങ്ങി എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, രോഗത്തിൻ്റെ അവസ്ഥയിൽ നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് തലമുറകളുടെ പ്രശ്നമോ മറ്റ് ഏതെങ്കിലും വിഷയത്തിൽ നീ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിൻ്റെ കൂടാരത്തിൽ, നിൻ്റെ ഭവനത്തിൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് താഴ്മയോടും വിനയത്തോടും ദൈവത്തിൻ്റെ സ്നേഹത്തോടും കൂടെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ട് നീതിമാൻ്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം കാണുവാനും കേൾക്കുവാനും ഇടയായിത്തീരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 118 സങ്കീർത്തനത്തിൽ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്.
നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചോദിക്കുകയാണ്. അതിൻ്റെ ആറാമത്തെയും വാക്യം വായിക്കുമ്പോൾ, അഞ്ചാമത്തെയും ആറാമത്തെയും വാക്യം വായിക്കുമ്പോൾ, എന്തുകൊണ്ട് നീതിമാന്റെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം, ഒന്ന് 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഒന്നാമത്തെ കാര്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 5-ാമത്തെ വാക്യത്തിൽ, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരം അരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന, ഉത്തരം അരുളുന്ന ഒരു ദൈവം നീതിമാനെ ഉണ്ട് എന്നുള്ളതാണ്. ഹല്ലേലൂയ. നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം കേൾക്കുവാൻ കാരണം, ഒന്ന്, നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം അരുളുകയും ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞെരുക്കത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവം ഉത്തരമരുളി അവനെ വിശാല സ്ഥലത്താക്കി. അപ്പോൾ ഞെരുക്കത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഞെരുക്കത്തിൽ യഹോവയോട് അപേക്ഷിച്ചപ്പോൾ വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഉത്തരം അരുളി വിശാലതയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉയരുവാനായിട്ട് ഇടയായിത്തീർന്നു. നീതിമാന് ഒരു ആശ്രയമുണ്ട്, നീതിമാനൊരു പ്രത്യാശയുണ്ട്, നീതിമാനൊരു ധൈര്യമുണ്ട്. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് വിശാലതയിലേക്ക് എന്നെ വഴിനടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു വിശ്വാസവും ദൃഢധൈര്യവും നീതിമാന് ഉണ്ട്. അതുകൊണ്ട് നീതിമാന്റെ കൂടാരത്തിൽ നിന്നും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം ഉയരുകയാണ്. അവിടെ കണ്ണുനീരിൻ്റെ അല്ലെങ്കിൽ അവിടെ കരച്ചിലിൻ്റെ ശബ്ദമല്ല നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. യഹോവ ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ അത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമായി മാറുകയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടു, കർത്താവ് വിശാലതയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നീതിമാൻ അവിടെ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ആ ശബ്ദം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമായി പുറത്തേക്ക് വരുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? നിന്റെ ഞെരുക്കത്തിൽ നിന്നും നിനക്കൊരു വിശാലതയിലേക്ക് ദൈവം നിന്നെ വഴി നടത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവഭാഗത്തേക്ക് തിരിഞ്ഞ്, കർത്താവേ എന്നെ ഒരു നീതിമാനായി മാറ്റണമെന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കർത്താവിൻ്റെ കൃപ കൊണ്ട്, അവൻ്റെ രക്തം കൊണ്ട് കഴുകി നിന്നെ പരിശുദ്ധപ്പെടുത്തി ദൈവത്തിൻ്റെ നീതിമാനായി മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഒന്ന്, നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ അത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമായി മാറുകയാണ്. എന്തുകൊണ്ട് നീതിമാന്റെ കൂടാരത്തിൽ നിന്നും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഉയരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും ഉത്തരം അരുളുന്ന ദൈവവും ഉള്ളതുകൊണ്ട് നീതിമാൻ അത് ഓർത്ത് ആ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന ശബ്ദമാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം അവിടെ തന്നെ നാം വായിപ്പാൻ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. പ്രിയമുള്ളവരെ, നീതിമാന് ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പക്ഷം പിടിച്ച് എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ നിന്നും ഉയരുവാൻ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഹല്ലേലൂയ. എന്നോട് കൂടെ ദൈവമുണ്ട് എന്നുള്ള ബോധ്യം നീതിമാൻ ഉള്ളതുകൊണ്ട് നീതിമാൻ ആ ബോധ്യത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമായി മാറുകയാണ്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, യഹോവ എന്നോട് കൂടെയുണ്ട്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമേ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പക്ഷം പിടിക്കുന്ന
ഒരു ദൈവമുണ്ട്. എൻ്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വിട്ടുകൊടുക്കാതെ, എന്നെ വലിച്ചെറിയാതെ, എന്നെ തള്ളിക്കളയാതെ, വിട്ടുകൊടുക്കാതെ, മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ, മനുഷ്യർക്ക് വിട്ടുകൊടുക്കാതെ എന്നോട് സഹായിക്കുന്ന, എൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ഓ ജീസസ്, എൻ്റെ പക്ഷം പിടിക്കുന്ന, എന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നെ വിട്ടുകൊടുക്കാതെ, ശത്രുവിനെ വിട്ടുകൊടുക്കാതെ, മനുഷ്യരുടെ കാര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ എന്നെ കാത്തു പരിപാലിക്കുന്ന എൻ്റെ പക്ഷത്ത് യഹോവ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ആ ഒരു ധൈര്യമുള്ളതുകൊണ്ട്, ആ ഒരു ബോധ്യം നീതിമാൻ ഉള്ളതുകൊണ്ട്, നീതിമാൻ തൻ്റെ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടോ? അത് യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് പേടിപ്പാനില്ല. അത് മനുഷ്യരുടെ യാതൊരു കാര്യത്തെയും പേടിക്കേണ്ട ആവശ്യമില്ല. ശത്രുവിൻ്റെ യാതൊരു കാര്യത്തെയും നീ പേടിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഇന്ന് പല കുടുംബങ്ങളിലും പേടി, ഭയം അവരെ ഓരോ ദിവസവും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതിനെക്കുറിച്ചുള്ള ഭയം, മുൻപോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള പേടി, മനുഷ്യരെക്കുറിച്ചുള്ള പേടി. എന്തു ചെയ്യും? ഹല്ലേലൂയ! എങ്ങനെ മുൻപോട്ട് പോകും? ഭയം അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ആ ഭയത്തിൽ അവർ വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പറയുന്നു, ഞാൻ പേടിക്കുകയില്ല, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. യഹോവ എൻ്റെ പക്ഷം പിടിച്ച് വിട്ടുകൊടുക്കാതെ, ഭയത്തിന് വിട്ടുകൊടുക്കാതെ, ശത്രുവിന് വിട്ടുകൊടുക്കാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ, രോഗത്തിന് വിട്ടുകൊടുക്കാതെ, മറ്റുള്ള സംഭവങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, നീതിമാന് ഒരു ദൈവമുണ്ട്. നീതിമാന്റെ പക്ഷത്ത് ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീതിമാൻ പേടിക്കുകയില്ല, മനുഷ്യർ എന്നോട് എന്തു ചെയ്യും. അപ്പോൾ യഹോവ പക്ഷത്തുള്ളത് കൊണ്ട് ആ യഹോവയെ വർണ്ണിക്കുന്നത്, ആ യഹോവയെ പാടി സ്തുതിക്കുന്നത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമായി മാറുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഒരു കാര്യം, യഹോവ നീതിമാൻ്റെ പക്ഷത്തുണ്ട്. സ്തോത്രം. യഹോവ നീതിമാൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് നീതിമാൻ പേടിക്കുകയില്ല, ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ആമേൻ, സ്തോത്രം. എന്തുകൊണ്ട് നീതിമാന്റെ കൂടാരത്തിൽ നിന്നും ജയഘോഷങ്ങൾ, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഉയരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു, വിശാലതയിലേക്ക് കൊണ്ടുവന്നു. നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തത്, നീതിമാന്റെ പക്ഷത്ത് ഒരു ദൈവമുണ്ട്. നിനക്ക് ആരുമില്ലെങ്കിലും, ആമേൻ, പലപ്പോഴും പലരുടെയും പരാതി ഇങ്ങനെയായിരുന്നു, എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ പക്ഷത്ത് ആരുമില്ല, എൻ്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ല. വേണ്ട, നിൻ്റെ കൂടെ ആരുമില്ലെങ്കിലും ഇന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, യഹോവ നിൻ്റെ പക്ഷത്തുണ്ട്. ആരും നിൻ്റെ പക്ഷത്തില്ലെങ്കിലും യഹോവ നിൻ്റെ പക്ഷത്തുണ്ട്. വിശ്വസിക്കുക, പ്രത്യാശിക്കുക. യഹോവ നിൻ്റെ പക്ഷത്തുണ്ട്. നീ പേടിക്കുകയില്ല. മനുഷ്യൻ നിന്നോട് ഒന്നും ചെയ്യുവാൻ സാധ്യതയില്ല. കാരണം യഹോവ നിൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട്. മൂന്നാമത്തെ കാര്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്നെ സഹായിച്ചു. എൻ്റെ പ്രാർത്ഥന യഹോവ കേട്ടു. നീതിമാന്റെ പ്രാർത്ഥന യഹോവ കേട്ടു. നീതിമാന്റെ പക്ഷത്ത് യഹോവയുണ്ട്. മൂന്നാമത്തെ കാര്യം, നീതിമാനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഞാൻ വീഴുവാൻ തക്കവണ്ണം തള്ളിയപ്പോൾ സഹായിക്കുന്ന ഒരു യഹോവ നീതിമാനുണ്ട്. അതുകൊണ്ട് ആ നീതിമാന്റെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ട്. പലരും വീഴുവാനായി, നശിക്കുവാനായി തള്ളിയെങ്കിലും യഹോവ ആ നേരത്തെ എന്നെ സഹായിച്ചു, എന്നെ താങ്ങി, എന്നെ വഴി നടത്തി. വീഴുവാൻ തള്ളി, നശിച്ചു പോകുവാൻ അവർ പദ്ധതിയിട്ടു, ഞാൻ തകർന്നു പോകുവാൻ അവർ പ്ലാൻ ഒരുക്കി, ഞാൻ വീണു പോകുവാൻ അവർ പദ്ധതി ഒരുക്കി. എനിക്കറിയില്ലെന്ന് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ നോക്കി വിളിച്ചു പറയുകയാണ്, ശത്രു
നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ ദൈവം നിനക്ക് സഹായമായി ഇറങ്ങി വരും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. കാരണം സഹായിക്കുന്ന ഒരു ദൈവം നീതിമാനുണ്ട്, താങ്ങുന്ന ഒരു ദൈവം നീതിമാനുണ്ട്, രക്ഷിക്കുന്ന ഒരു ദൈവം നീതിമാനുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നീതിമാനുണ്ട്, പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവം നീതിമാനുണ്ട്. ഇതെല്ലാം ഓർത്ത് ആ സ്തുതിയും ആരാധനയും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമായി മാറുകയാണ്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ ഇവിടെ വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ വിഷയം, എന്നെ സഹായിക്കുന്ന, തള്ളുമ്പോൾ ഞാൻ വീഴാതെ വണ്ണം എന്നെ താങ്ങുന്ന, അവൻ്റെ കരത്തിൽ താങ്ങുന്ന, എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നീതിമാനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, നിങ്ങളെ സഹായിപ്പാൻ ശക്തനായ, നിങ്ങളുടെ പക്ഷം പിടിക്കുവാൻ, പക്ഷത്ത് നിൽക്കുവാൻ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ നിങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ആ ദൈവത്തിൽ വിശ്വസിക്കുക. ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, കരച്ചിലുള്ള, സമാധാനം നഷ്ടപ്പെട്ട, ജീവിതം നഷ്ടപ്പെട്ട നിൻ്റെ കുടുംബം തിരിച്ചു കൊണ്ടുവരുവാൻ, നിൻ്റെ ഭവനത്തിലേക്ക് സന്തോഷത്തെ കൊണ്ടുവരുവാൻ, ഉല്ലാസം ഘോഷവും നിൻ്റെ കുടുംബത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ കർത്താവ് വലിയവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നീതിമാനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നീതിമാന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് തിരിച്ചു കൊണ്ടുവരുമാറാകണമെന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, എല്ലാ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരു കുടുംബം നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത് കർത്താവേ. ഓരോ കുടുംബങ്ങളിൽ സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ കർത്താവേ. ശത്രു ഒരു കുടുംബത്തെയും തൊടുവാൻ അങ്ങ് അനുവദിക്കരുത് കർത്താവേ. അവിടുത്തെ സഹായം, അവിടുത്തെ കർത്താവെ താങ്ങുന്ന കരം, അവിടുത്തെ കർത്താവെ പക്ഷം പിടിച്ചവരെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യഹോവ നിങ്ങളുടെ പക്ഷത്തുണ്ട്. ആമേൻ.